കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇതിൽ രണ്ടാമത്തെ സങ്കല്പനാണ് റിലേഷൻ എന്ന് പറയുന്നത്. റിലേഷൻ എന്താണെന്ന് നോക്കാം. എ റിലേഷൻ ആർ ഫ്രം എ നോൺ എംപ്റ്റി സെറ്റ് എ to a non-empty set B is a subset of the Cartesian product A cross B. ഇങ്ങോട്ട് പറയാം, R എന്ന റിലേഷൻ ഏത് സെറ്റിൽ നിന്ന് ഏത് സെറ്റിലേക്ക്, A എന്ന സെറ്റിൽ നിന്ന് B എന്ന സെറ്റിലേക്ക്. ആ രണ്ട് സെറ്റിന് പ്രത്യേകത എന്താണ്? അത് നോൺ എംപ്റ്റി സെറ്റ് ആയിരിക്കണം. എയും നോൺ എംപ്റ്റി ആയിരിക്കണം, ബിയും നോൺ എംപ്റ്റി ആയിരിക്കണം. അതായത് അംഗങ്ങൾ ഇല്ലാത്ത സെറ്റ് ആവരുത് എന്നർത്ഥം. അംഗങ്ങളില്ലാത്ത സെറ്റിലാണ് എംപ്റ്റി സെറ്റ് എന്ന് പറയുന്നത്. അംഗങ്ങളില്ലാത്ത സെറ്റ് ആവരുത്. എയും നോൺ എംപ്റ്റി ആയിരിക്കണം, ബിയും നോൺ എംപ്റ്റി ആയിരിക്കണം. അങ്ങനെ ഉള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഈസ് എ സബ്സെറ്റ് ഓഫ് ദ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എ ക്രോസ് ബിയുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഉദാഹരണം എടുക്കാം. ഇവിടെ നമ്മൾ കുറച്ച് താരതമ്യേന ചെറിയ രണ്ട് സെറ്റുകളാണ് ചെയ്യുന്നത്. എ എന്ന് പറഞ്ഞ സെറ്റ് ഒരംഗം മാത്രമുള്ള സ്മോൾ എ എന്നുള്ള അംഗം മാത്രമേ ഉള്ളൂ. ബി എന്ന സെറ്റിന് സ്മോൾ ബി, സ്മോൾ സി എന്നീ രണ്ട് അംഗങ്ങളുണ്ട്. അപ്പോൾ എ എന്ന സെറ്റിൽ നിന്ന് ബി എന്ന സെറ്റിലേക്ക് രണ്ട് നോൺ എംപ്റ്റി ആണ്, അംഗങ്ങളുണ്ടല്ലോ. അപ്പോൾ എ എന്ന നോൺ എംപ്റ്റി സെറ്റിൽ നിന്ന് ബി എന്ന നോൺ എംപ്റ്റി സെറ്റിലേക്ക് ആർ എന്ന റിലേഷൻ ഇത് എഴുതിക്കുന്നത് ഇങ്ങനെയാണ്. ആർ ഈസ് ഫ്രം എ ടു ബി. ഇത് വായിക്കേണ്ട അങ്ങനെയാണ്. റിലേഷൻ ആർ ഫ്രം എ ടു ബി. ഈ റിലേഷൻ എന്ന് പറഞ്ഞാൽ അത് ആർ എന്നത് സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. ആദ്യം നമ്മൾ എ ക്രോസ് ബി കാണും, പിന്നെ സബ്സെറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ എ ക്രോസ് ബി എന്താണ്? ആദ്യ അംഗം എ എന്ന സെറ്റിൽ നിന്നും രണ്ടാമത്തെ അംഗം ബി എന്ന സെറ്റിൽ നിന്നും വരുന്ന രീതിയിൽ എടുക്കാവുന്ന എല്ലാ ക്രമജോഡികളുടെയും സെറ്റാണ് എ ക്രോസ് ബി. അപ്പൊ എ ക്രോസ് ബി മനസ്സിലാക്കാൻ എന്ത് ചെയ്യണം? ഇവിടെ ഒരു അംഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ എ ബി എന്നൊരു അംഗം, എ സി ഇനി വേറൊരു അംഗം ഉണ്ടാവാൻ പറ്റില്ല. അപ്പോൾ ആദ്യ അംഗം എയിൽ നിന്നും രണ്ടാമത്തെ അംഗം ബിയിൽ നിന്നും വരുന്ന എല്ലാ സെറ്റുകളായി, എല്ലാ ഓർഡർ പേഴ്സുമായി. ഈ ഓർഡർ പേഴ്സിന്റെ സെറ്റാണ് എ ക്രോസ് ബി. ഈ എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും റിലേഷൻ എന്ന് പറയുന്നത്. സബ്സെറ്റ് എന്നുള്ള ആശയം ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഓർമ്മിപ്പിക്കുക മാത്രമേ ചെയ്യുന്നു. സബ്സെറ്റിന്റെ ഒരു ഡെഫിനിഷൻ, സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സെറ്റ് എ ഈസ് സെറ്റ് ടു ബി എ സബ്സെറ്റ് ഓഫ് ബി. എ എന്ന് പറഞ്ഞ സെറ്റ് ബി എന്ന് പറഞ്ഞ സെറ്റിന്റെ ഒരു സബ്സെറ്റ് ആണെന്ന് പറയണമെങ്കിൽ പറയപ്പെടുന്നു എപ്പോ? ഇഫ് എവറി എലമെന്റ് ഓഫ് എയിലെ ഓരോ എലമെന്റും ഈസ് ആൾസോ എൻ എലമെന്റ് ഓഫ് ബി. അപ്പൊ എയിലുള്ള ഓരോ എലമെന്റും ബിയിലും ഉണ്ടെങ്കിൽ, അത് മാത്രമേ പാടുന്നില്ല, എയിലുള്ള എല്ലാ എലമെന്റും ബിയിലും ഉണ്ടെങ്കിൽ എ എന്ന സെറ്റിനെ ബി എന്ന സെറ്റിന്റെ സബ്സെറ്റ് എന്ന് പറയാം. അപ്പോൾ അതാണ് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. ഈ ചിഹ്നം ഈസ് കണ്ടെയ്ൻഡ് എന്നൊക്കെ പറയുന്ന സബ്സെറ്റ് ഓഫ് പറഞ്ഞാലും മതി. സബ്സെറ്റ് ഓഫ് എ, സബ്സെറ്റ് ഓഫ് ബി. കണ്ടെയ്ൻഡ് എന്നുള്ള പേര് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എ ക്രോസ് ബി സെറ്റാണ്. എ ഒരു സെറ്റിന്റെ കാര്യമാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. എ ക്രോസ് ബി ആണ്. എ ക്രോസ് ബി ഒരു സെറ്റാണ്. അപ്പൊ എ ക്രോസ് ബിയുടെ സബ്സെറ്റുകൾ. അപ്പൊ ആദ്യം എ ക്രോസ് ബി നമ്മൾ കഴിഞ്ഞ സമയം പരിചയിച്ചു. എ ക്രോസ് ബി എന്ന് പറഞ്ഞാല് ഇതാണ് നമ്മളെ സെറ്റ് എയും ബിയും വെച്ചിട്ട് എ ബി എ സി എന്നായിരിക്കും. അപ്പോ ഈ സെറ്റിന്റെ സബ്സെറ്റ് എന്തൊക്കെ?
ഈ സെറ്റിന്റെ സബ്സെറ്റ് എന്തൊക്കെ വെച്ചാൽ സബ്സെറ്റ്സ് ഓഫ് എ ബി, സബ്സെറ്റ്സ് ഓഫ് എ ബി എഴുതിയിരുന്നു. നൾ സെറ്റ് ഫൈ എന്നാണ് ഈ അക്ഷരത്തിന് പേര്. നൾ സെറ്റ് എന്ന് പറയാം, വോയിഡ് സെറ്റ് എന്ന് പറയാം, പിന്നെ എംപ്റ്റി സെറ്റ് എന്ന് പറയാം. അതാണ് ഈ ഫൈ എന്നുള്ള അക്ഷരം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു നൾ സെറ്റ് എന്ന് പറയുന്നത് അഥവാ ഒരു എംപ്റ്റി സെറ്റ് എന്ന് പറയുന്നത് എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പോൾ ഈ സെറ്റ് എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റ് ആയതുകൊണ്ട് തന്നെ എ ക്രോസ് ബി സബ്സെറ്റ് ആണ്. പിന്നെ അടുത്ത സെറ്റ് ഈ ഒരു അംഗം മാത്രമുള്ള സെറ്റ് എടുക്കുക. എ ബി മാത്രം അംഗമായിട്ടുള്ള ഒരു ഓർഡർ പേർ, രണ്ട് ഓർഡർ പേരോ രണ്ട് അംഗേ ഉള്ളൂ കേട്ടോ. ഈ എ ക്രോസ് ബി രണ്ട് അംഗേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ആദ്യത്തെ അംഗമായ എ ബി എന്ന് പറഞ്ഞ ഈ ഓർഡർ പേർ അംഗമായിട്ടുള്ള ഒരു സെറ്റ്, അതാണ് സെറ്റ് ഓഫ് ഓർഡർ പേർ എ ബി. അടുത്തത് എ സി മാത്രമായിട്ടുള്ള സെറ്റ് ഓഫ് ഓർഡർ പേർ എ സി. അടുത്തത് ഏതൊരു സെറ്റിന്റെയും സബ്സെറ്റ് ആണ് ആ സെറ്റ് തന്നെ. എ ഇസ് എ സെറ്റ് ഓഫ് സബ്സെറ്റ് ഓഫ് എ, ബി ഇസ് എ സബ്സെറ്റ് ഓഫ് ബി. അതുപോലെ എ ക്രോസ് ബി ഇസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. അപ്പൊ ഈ എ ക്രോസ് ബി ഇതിന്റെ ഒരു സബ്സെറ്റ് ആണ്. അപ്പൊ ആകത്തെ സെറ്റ് വന്നപ്പോ ഇതില് ഈ കാര്യത്തില് ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ എത്ര സെറ്റ് വന്നു? 4 സെറ്റ് വന്നു. 4 സബ്സെറ്റ് എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളായിട്ട് ഇവിടെ വന്നു. അപ്പൊ ഈ സബ്സെറ്റുകൾ, അതായത് ഈ ആദ്യത്തെ അംഗമായുള്ള ഫൈ ഒരു സബ്സെറ്റ് ആണ് എ ക്രോസ് ബിയുടെ, ഈ അംഗം സബ്സെറ്റ് ആണ് എ ക്രോസ് ബിയുടെ, ഇത് സബ്സെറ്റ് ആണ് എ ക്രോസ് ബിയുടെ, ഈ മൊത്തം ഒരു എ ക്രോസ് ബി എന്ന് പറഞ്ഞ ഈ സെറ്റ് സബ്സെറ്റ് ആണ് എ ക്രോസ് ബിയുടെ. ഇങ്ങനെയാണ് ഒരു സബ്സെറ്റ് എന്നുള്ള ആശയത്തെ കുറിച്ച് ഓർമ്മ പുതുക്കുക എന്ന് മാത്രം. അപ്പോൾ നമ്മളിപ്പോ എ ക്രോസ് ബി അല്ല പ്രധാനമായും പരാമർശിക്കുന്നത്. പ്രധാനമായും പരാമർശിക്കുന്നത് നമ്മുടെ റിലേഷനാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ആർ എന്നുള്ള റിലേഷൻ, ആർ എന്ന റിലേഷൻ എന്നത് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. ആർ വിൽ ബി എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. ഇതാണ് മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മൾ ഈ റിലേഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. റിലേഷൻ ശ്രദ്ധിക്കും. അപ്പൊ എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ ആർ എന്നത് ഇതാണല്ലോ എ ക്രോസ് ബി. എ ക്രോസ് ബി ഇതാണ്, രണ്ടംഗങ്ങളുള്ളതാണ് എ ക്രോസ് ബി. ഈ പ്രത്യേക സാഹചര്യത്തിൽ കേട്ടോ, എ എന്നുള്ളത് ഒരു അംഗം മാത്രമുള്ളതും ബി എന്നുള്ളത് രണ്ടംഗങ്ങളുള്ള ഒരു സെറ്റുകളിൽ എ അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ രണ്ടംഗങ്ങളുള്ളത്. അപ്പൊ ഇതാണ് എ ക്രോസ് ബി. അപ്പോൾ ആർ എന്നുള്ളത് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ ആർ എന്നുള്ളത് ഈ സെറ്റിന്റെ സബ്സെറ്റ് ആണ്. അപ്പൊ എത്ര സാധ്യത ഉണ്ട്? ഇതിന് സബ്സെറ്റ് ഏതൊക്കെ ഉള്ളത്? ഇതിന് സബ്സെറ്റ് ഒന്ന് ഇത്, 2 ഈ അംഗം മാത്രമുള്ള സബ്സെറ്റ്, പിന്നെ ഈ അംഗം മാത്രമുള്ള സെറ്റ്, പിന്നെ ഈ 2 അംഗങ്ങളുള്ള മൊത്തം സെറ്റ്. അങ്ങനെ 4 സാധ്യതകളുണ്ട്. 4 സാധ്യതകളേ ഉള്ളൂ. അപ്പൊ എങ്ങനെയൊക്കെ പോസിബിലിറ്റി ഉണ്ട്? റിലേഷൻസ്, അതായത് എ എന്ന് പറഞ്ഞത് ഒരംഗം മാത്രമുള്ളതും ബി എന്നുള്ളത് 2 അംഗവുമുള്ള സെറ്റുകളാണെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള ആർ എന്നുള്ള സെറ്റിൽ എന്തെല്ലാം സാധ്യതയുണ്ട്? ആർ എന്നുള്ളത് ഈക്വൽ ടു നൾ സെറ്റ് ആവാം, എംപ്റ്റി സെറ്റ് ആവാം. ആർ എന്നുള്ളത് ഈ സെറ്റ് ആകാം, ഒരു അംഗമുള്ള സെറ്റ് ആകാം. ആർ എന്നുള്ളത് മറ്റേ എ സി എന്ന് പറഞ്ഞാൽ മറ്റൊരു അംഗമുള്ള സെറ്റ് ആകാം. ആർ എന്നുള്ളത് എ ക്രോസ് ബി മൊത്തം ആകാം. ഈ 4 സാധ്യതകളേ ഉള്ളൂ. അപ്പോൾ ഒരു ചോദ്യം ഉദിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ എന്ന സെറ്റിൽ നിന്ന് ബി എന്ന സെറ്റിലേക്ക് എത്ര റിലേഷൻസ് ഉണ്ടാക്കാൻ കഴിയും? ആ ചോദ്യം നമുക്ക് അഭിമുഖീകരിക്കാൻ നോക്കൂ. എ എന്ന സെറ്റിൽ നിന്ന് ബി എന്ന സെറ്റിലേക്കുള്ള റിലേഷൻ ആണെന്ന് വിചാരിക്കാം. ഹൗ മെനി റിലേഷൻസ് ക്യാൻ ബി ഫോം ഫ്രം എ സെറ്റ് എ ടു എ സെറ്റ് ബി? സെറ്റ് ഹൗ മെനി റിലേഷൻസ് ക്യാൻ ബി ഫോം? എത്ര റിലേഷൻസ് ഉണ്ടാക്കാൻ കഴിയും? ഇവിടുന്ന് ഫ്രം എ സെറ്റ് എ ടു സെറ്റ് ബി, എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു എത്ര റിലേഷൻ ഉണ്ടാക്കാൻ പറ്റും? എയിൽ നിന്ന് ബിയിലേക്ക് എത്ര റിലേഷൻ ഉണ്ടാക്കാൻ പറ്റും? അപ്പോൾ ഈ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ്. അപ്പോൾ എത്ര റിലേഷൻസ് ഉണ്ടാക്കാൻ പറ്റും? എ ക്രോസ് ബിയിൽ എത്ര സബ്സെറ്റുകളുണ്ടോ അത്രയും റിലേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. ഒന്നുകൂടെ പറയാം, എ ക്രോസ് ബി എത്ര സബ്സെറ്റുകളുണ്ടോ അത്ര എണ്ണം റിലേഷൻസ് ഉണ്ടാക്കാൻ കഴിയും നമുക്ക്. അപ്പോൾ കാരണം ആർ എന്ന് പറയുന്നത്, റിലേഷൻ എന്ന് പറയുന്നത്
സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ആണ്. ആണ് ഈ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ദ ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് ദാറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ഫ്രം എ സെറ്റ് എ ടു എ സെറ്റ് ബി ഈസ് ദ നമ്പർ ഓഫ് പോസിബിൾ സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി. അതായത് എത്ര റിലേഷൻസ് ഉണ്ടാക്കാൻ കഴിയും എയിൽ നിന്ന് ബിയിലേക്ക് എന്ന് പറയുന്നത് എത്ര പോസിബിൾ സബ്സെറ്റ് ഉണ്ട് എന്നതനുസരിച്ച്. എത്ര പോസിബിൾ സബ്സെറ്റ് ഉണ്ടോ അത്രയും റിലേഷൻസ് എയിൽ നിന്ന് ബിയിലേക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ അതിന്റെ എണ്ണത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം കുറിച്ച് നമ്മൾ പരിഗണിച്ചത് ഈ രണ്ട് സെറ്റുകളാണോ? ഒരംഗം മാത്രമുള്ള എ അംഗമായിട്ടുള്ള ഒരു സെറ്റ് എ എന്നാണ് അതിന്റെ പേര്. ക്യാപിറ്റൽ എന്ന സെറ്റിന്റെ പേര്, സ്മാൾ എ എന്നുള്ള എലമെന്റ് അംഗമായിട്ടുള്ള ആദ്യത്തെ സെറ്റ്. രണ്ടാമത്തെ സെറ്റ് ബി ആയിരുന്നു. അതിൽ സ്മാൾ ബി, സ്മാൾ സി എന്നീ അംഗങ്ങൾ അംഗമായിരുന്നു. അപ്പോൾ അത് എലമെന്റ്സ് ബിയും സിയും ആണ്. അതേപോലെ ഈ രണ്ട് സെറ്റിനെ തമ്മിൽ ഓപ്പറേഷൻ നടത്തിയപ്പോൾ എ ക്രോസ് ബി കിട്ടി. എ ക്രോസ് ബി ഇതായിരുന്നു. രണ്ട് അംഗമുള്ള സെറ്റാ കിട്ടി. ആദ്യത്തെ ഒരു ഓർഡർ പെയർ കിട്ടി, രണ്ടാമത്തെ ഒരു ഓർഡർ പെയർ കിട്ടി. ഇതായിരുന്നു സാഹചര്യം. അപ്പൊ ഇതിനൊക്കെ നമുക്ക് ഈ സെറ്റിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? ഈ സെറ്റിലെ അംഗങ്ങളുടെ എണ്ണം 1 ആണ്. ഒരു എലമെന്റ് ഉള്ളൂ. അതായത് n ഓഫ് എ ഈക്വൽ ടു 1. n ഓഫ് എ എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. എ എന്നുള്ള സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം. ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സെറ്റ് എ. ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സെറ്റ് എ ഈക്വൽ ടു 1. Number of elements in set B equal to 2. 1 and 2, 2. Therefore, number of elements in A cross B. A cross B is also a set. അപ്പോൾ അതുകൊണ്ട് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി എന്ന് പറയുന്നത് സ്വാഭാവികമായും 1 × 2 ആയിരിക്കും. 1 × 2 2. ഓക്കെ. അപ്പൊ ഈ ഇത് നമ്മളുടെ അനുഭവം നമ്മളിപ്പോൾ എടുത്ത സെറ്റ് എയും ബിയിൽ നിന്നും അങ്ങനെ ആയിരിക്കും വരിക. അപ്പൊ ഇതിന് നമുക്ക് ജനറൽ ആയി പറയാന്ന് വെച്ചാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സെറ്റ് എ ഈക്വൽ ടു പി ആണെന്നിരിക്കട്ടെ. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സെറ്റ് ബി ഈക്വൽ ടു ക്യൂ ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി ഈക്വൽ ടു പി ഇൻറ്റു ക്യൂ, പി ക്യൂ ആയിരിക്കും. നമ്മളൊരു ചോദ്യമുണ്ട്, കഴിഞ്ഞ വർഷം പഠിച്ച ഒരു കാര്യമുണ്ട്, അതൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ഒരു സെറ്റിൽ എത്ര സബ്സെറ്റ് ഉണ്ടാവും? ഇപ്പോൾ നമ്മളിപ്പോൾ എ ബി എ ക്രോസ് ബി ഒക്കെ സെറ്റുകൾ പരിഗണിച്ചു. അപ്പോൾ വേറൊരു സെറ്റ് പരിഗണിക്കാം, വെറുതെ ഒരു മാറ്റത്തിന് വേണ്ടി. എം എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ടെന്ന് എം എന്നൊരു സെറ്റ്. ഈ സെറ്റിൽ എത്ര സബ്സെറ്റ്സ് ഉണ്ടാവും? അപ്പോൾ ആ ചോദ്യത്തിന് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. How many subsets are there for a set M? M എന്ന് പറഞ്ഞ ഒരു സെറ്റിൽ എത്ര സബ്സെറ്റ്സ് ഉണ്ട്? അതിന്റെ ആൻസർ എന്താ വെച്ചാൽ ആൻസർ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ M. അത് M എന്നുള്ള സെറ്റിലുള്ള എലമെന്റ്സിന്റെ എണ്ണത്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ M. അപ്പൊ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർമുല ഉണ്ട്. എത്ര അംഗങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഫോർമുല ഉണ്ട്. ആ ഫോർമുല the total number of subsets of a set M. M എന്നുള്ള സെറ്റിനുള്ള ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് എന്ന് പറയുന്നത് that will be equal to 2 raised to n of M. M എന്നുള്ള സെറ്റിൽ എത്ര അംഗങ്ങളുണ്ട്? n of M എന്ന് പറഞ്ഞാൽ M ൽ അടങ്ങിയിട്ടുള്ള എലമെന്റ്സിന്റെ എണ്ണമാണ് n of M എന്ന് പറഞ്ഞാൽ. അപ്പൊ 2 raised to n of M. ഇത് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അത് ഇവിടെ പ്രയോഗിക്കാൻ നമ്മൾ ചെയ്യുന്നത്. എം പോലെ മറ്റൊരു സെറ്റാണ് എ ക്രോസ് ബി. പക്ഷെ എം എന്നുള്ള സെറ്റിൽ കുറെ എലമെന്റ്സ് ആയിട്ടാണ് നമ്മൾ എഴുതാറ്. പക്ഷെ ഇവിടെ എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ ഒരു വ്യത്യാസമേ ഉള്ളൂ. അതിൽ എലമെന്റ്സ് ഒക്കെ ഓർഡർ പെയർ ആയിരിക്കും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്ര എന്താ പറയുക, സബ്സെറ്റ് എത്ര ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത്രയും റിലേഷൻസ് ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ റിലേഷൻസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര സബ്സെറ്റ് ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ ദ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഇൻ എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു 2 raised to n of M ന്റെ സ്ഥാനത്ത് n of A cross B അല്ലേ? അപ്പോ സ്വാഭാവികമായി സബ്സെറ്റ് എത്ര ഉണ്ടെങ്കിൽ അത്രയും റിലേഷൻസ് ഉണ്ടാവും. അപ്പൊ റിലേഷൻസ്, ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് ഇൻ A cross B will be equal to 2 raised to
n of a cross b. മനസ്സിലായോ? അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് ഇൻ എ ക്രോസ് ബി, എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു സെറ്റിൽ എത്ര റിലേഷൻസ് ഉണ്ടാവും, എത്ര റിലേഷൻസ് ഉണ്ടാവും എന്ന് അറിയുന്നതെങ്കിൽ എ ക്രോസ് ബിയുടെ സബ്സെറ്റ് കണ്ടാൽ മതി. ആ സബ്സെറ്റിന് 2 എന്നുള്ളതിന്റെ മീത അത് പവറായിട്ട് അതിന്റെ എണ്ണം കൊടുത്താൽ, ആ എ ക്രോസ് ബിയുടെ എണ്ണം കൊടുത്താൽ അത്രയും സബ്സെറ്റ്സ് ആയിരിക്കും, അതിനുണ്ടായിട്ട് അത്രയും റിലേഷൻസ് ആയിരിക്കും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് ഇൻ എ ക്രോസ് ബി വിൽ ബി ഈക്വൽ ടു 2 raised to n of a cross b. ഇത് ഈ നിയമങ്ങൾ ഇങ്ങനെ പഠിച്ചു പോകുമ്പോൾ അത് തലയിൽ നിൽക്കണമെങ്കിൽ ഏതെങ്കിലും ചെറിയ ചില ഉദാഹരണങ്ങളിൽ അതിനെ പ്രതിഫലിപ്പിക്കണം. അപ്പം നമ്മൾ ഇതിനു മുമ്പ് എടുത്ത സെറ്റുകൾ പരിഗണിച്ചാൽ വളരെ എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. നമ്മൾ 2 സെറ്റുകൾ പരിഗണിച്ചു. എ എന്നുള്ളൊരു സെറ്റ് പരിഗണിച്ചു, ബി എന്നുള്ളൊരു സെറ്റ് പരിഗണിച്ചു. എയിൽ 1 അംഗമാണ് ഉണ്ടായിരുന്നത്, ബിയിൽ 2 അംഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഫലമായി അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എ ക്രോസ് ബി കണ്ടു. അപ്പോൾ എ ക്രോസ് ബിയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 2 അംഗങ്ങൾ ഉണ്ടായിരുന്നു. 2 ഓർഡേഡ് പേഴ്സ് ആയിരുന്നു. ഈ 2 അംഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ 7 അംഗങ്ങളുടെ എണ്ണം നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ഈക്വൽ ടു 1 ആയിരുന്നു. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി ഈക്വൽ ടു 2 ആയിരുന്നു. അപ്പോൾ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ഗുണിക്കുന്നതായിരിക്കും. 1 into 2 equal to 2. അതുകൊണ്ടാണ് നമുക്ക് എത്ര എണ്ണം കിട്ടിയത്? എ ക്രോസ് ബിയിൽ അംഗങ്ങൾ എത്ര കിട്ടി? നമുക്ക് 2 എണ്ണം കിട്ടി. ദ ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് ഇൻ എ ക്രോസ് ബി എത്ര കിട്ടിയത്? ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് ഇൻ എ ക്രോസ് ബി എന്ന് പറയുന്നത് 2 raised to n of a cross b ആണ്. n of a cross b എന്താണ്? n of a cross b 2 ആണ്. ഓക്കെ, അപ്പോൾ 2 raised to n of a cross b എന്ന് പറഞ്ഞാൽ 2 raised to 2 ആണ്. അപ്പോൾ 2 raised to 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ നമുക്ക് വളരെ ജനറൽ ആയിട്ട് ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന റിലേഷൻസിന്റെ എണ്ണം കണക്കാക്കാനുള്ള ഒരു ജനറൽ ഫോർമുല എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ഇപ്പോൾ n of a, എയിലെ അംഗങ്ങളുടെ എണ്ണം p ആണെന്ന് ഇരിക്കട്ടെ. p പല അംഗങ്ങൾ പല എണ്ണമാണ് ആണെന്നിരിക്കട്ടെ. n of b, അതായത് b എന്ന സെറ്റിലെ അംഗങ്ങളുടെ എണ്ണം q ആണെന്നിരിക്കട്ടെ. അതുപോലെ തന്നെ അപ്പോൾ n of a cross b എന്തായിരിക്കും? n of a cross b p into q ആയിരിക്കും, pq ആയിരിക്കും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഇൻ എ ക്രോസ് ബി, total number of subsets in a cross b will be equal to 2 raised to n of a cross b. ഇവിടെ n of a cross b എന്ന് പറഞ്ഞാൽ pq ആണ്. അതായത് 2 raised to pq. അപ്പോൾ വളരെ സിമ്പിൾ ആണ് ഫോർമുല. അപ്പോൾ the total number of relations from a to b, എയിൽ നിന്ന് ബിയിലേക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന മൊത്തം റിലേഷൻസ്, അതിൽ കൂടുതൽ പറ്റില്ല. അപ്പോൾ അത് 2 raised to pq. ഒന്നുകൂടെ പറയാം. The total number of relations from a to b equal to 2 raised to pq. Raised to pq. ഇത്രയേ ഉള്ളൂ ആ സെഷൻ. പിന്നെ കുറച്ച് റിലേഷൻസ് എങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എങ്കിൽ അതൊക്കെ ഒന്ന് ഏറെക്കുറെ ഓർമ്മിക്കാൻ നമ്മൾ ഈ അവസരം ഉപയോഗിക്കാം. അതായത് റെപ്രസെന്റേഷൻ ഓഫ് റിലേഷൻ, അതായത് സൂചിപ്പിക്കുന്ന രീതി, റിലേഷൻസിനെ സൂചിപ്പിക്കുന്ന രീതി അല്ലെങ്കിൽ റിലേഷൻസിനെ അവതരിപ്പിക്കുന്ന രീതി എന്നൊക്കെ പറയാം. ഇപ്പോൾ റെപ്രസെന്റേഷൻ ഓഫ് റിലേഷൻ എങ്ങനെയാണ്? ഒന്ന് റോസ്റ്റർ മെത്തേഡ് നമുക്കറിയാം, അങ്ങനെ സൂചിപ്പിക്കുന്നത്. സെറ്റ് ബിൽഡർ ഫോം, അത് നമ്മൾ പഠിച്ചു. ബൈ യൂസിങ് ഡയഗ്രാംസ്, നമ്മൾ 2 വൃത്തങ്ങളൊക്കെ കാണിച്ച് ചില ഡയഗ്രാം കാണിച്ചിട്ട് അങ്ങനെ ഈ ഡയഗ്രാം കൊണ്ട് നമ്മൾ റിലേഷൻസിനെ അവതരിപ്പിക്കാം. ബൈ യൂസിങ് ഗ്രാഫ്സ്, ഗ്രാഫ് ഉപയോഗിച്ചിട്ടും റിലേഷൻസിനെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാം. ഇതൊന്നുമല്ലാതെ ചില ചെറിയ കാര്യങ്ങളൊക്കെ പ്രോബ്ലങ്ങളൊക്കെ കാണാം. ഇതെങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതിയാൽ എന്താ വായിക്കാം? ഇങ്ങനെ എഴുതിയാന്ന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. റിലേഷൻ ആർ ഫ്രം എ ടു ബി, ഇങ്ങനെ എഴുതിയാൽ അതാ വായിക്കാം. റിലേഷൻ ആർ ഫ്രം എ ടു ബി. അതേപോലെ ഇങ്ങനെ ഒരു പുതിയ നൊട്ടേഷൻ ഉണ്ട്. ഈ നൊട്ടേഷൻ പലപ്പോഴും ഉപയോഗിച്ചു വന്നാറുണ്ട്. ഇഫ് എ കോമ ബി, if ordered pair a b belongs to R,
ഓർഡേർഡ് പെയർ എ ബി എന്നത് റിലേഷൻ ആറിലെ അംഗമാണ്. അതായത് റിലേഷൻ ആർ എന്ന് പറഞ്ഞ റിലേഷനിൽ അത് ഓർഡേർഡ് പെയറിന്റെ സെറ്റ് ആണല്ലോ, അതില് ഓർഡേർഡ് പെയർ എ ബി എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം വി ക്യാൻ റൈറ്റ് ഇങ്ങനെ എഴുതാം എ റിലേറ്റഡ് ടു ബി. ഇത് പലപ്പോഴും ഉപയോഗിച്ച് കാണാറുണ്ട് പ്രോബ്ലങ്ങളിലൊക്കെ. എ റിലേറ്റഡ് ടു ബി അത് വായിക്കുന്നത് ഇങ്ങനെയാണ്: എ ഈസ് റിലേറ്റഡ് ടു ബി അണ്ടർ ദ റിലേഷൻ ആർ. എ ഈസ് റിലേറ്റഡ് ടു ബി അണ്ടർ ദ റിലേഷൻ ആർ. അതങ്ങനെ ശരിക്കും കൃത്യമായി വായിക്കണം. അപ്പൊ ഇങ്ങനെ സൂചിപ്പിക്കാം. പിന്നെ വേറെ ഒന്ന് കാണാറുള്ളത്, പൊതുവിൽ പറയാനുള്ളത്, ആർ ചിലപ്പോ എയിൽ നിന്ന് എയിലേക്ക് നയിക്കും. അതായത് അധികവും അങ്ങനത്തെ സാധ്യതയുള്ളത്. ആറിൽ നിന്ന് ആറിലേക്ക്, റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്ക്, സെറ്റിൽ നിന്ന് സെറ്റിലേക്ക്, ഇൻറ്റീജർ സെറ്റ് ഓഫ് ഇൻറ്റീജറിൽ നിന്ന് സെറ്റ് ഓഫ് ഇൻറ്റീജറിലേക്ക്, അതേപോലെ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ എന്നിൽ നിന്ന് എന്നിലേക്ക്, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ സാധാരണ പറയാറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ വായിക്കണം: ആർ ഫ്രം എ ടു എ ആണ് ഇതിനർത്ഥം. റിലേഷൻ ആർ ഫ്രം എ ടു എ. ബി ഇല്ല, ഒരു സെറ്റിൽ നിന്ന് ആ സെറ്റിലേക്ക് തന്നെ റിലേഷൻ എടുക്കാം. അപ്പൊ ഇത് ഇങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ രണ്ട് രീതിയിൽ, ഇങ്ങനത്തെ സാഹചര്യം രണ്ട് രീതിയിൽ വരാറുണ്ട്. ചിലപ്പോൾ വെറുതെ പറയും എ റിലേഷൻ ഇൻ എ എന്ന് മാത്രം പറയും. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, റിലേഷൻ ഇൻ എ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റിലേഷൻ ഫ്രം ആർ ടു ഫ്രം എ ടു എ. എ റിലേഷൻ ഫ്രം എ ടു എ ആണെന്ന് മനസ്സിലാക്കിക്കോണം. അതേപോലെ തന്നെ ചിലപ്പോ ഇൻ എ എന്ന് പറയുന്ന പകരം ഓൺ എ എന്ന് പറയും. എ റിലേഷൻ ഓൺ എ എന്ന് പറയും. റിലേഷൻ ഓൺ എ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം എന്താണ്? റിലേഷൻ ആർ ഫ്രം എ ടു എ. ഈ സെഷനിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളൂ.